പുതിയ പോലീസ് മേധാവിയെ നിശ്ചയിക്കുന്നതിൽ സർക്കാർ നിലവിട്ട് കളിക്കുന്നുവെന്ന് സമസ്തയുടെ രൂക്ഷ വിമർശനം. RSS ബന്ധമുണ്ട് എന്ന ആരോപണം വരുന്ന ADGP MR അജിത് കുമാറിനെ പോലീസ് മേധാവിയാക്കാൻ സർക്കാർ കുറുക്കുവഴി തേടുകയാണെന്ന് സമസ്ത സുപ്രഭാതത്തിലാണ് സർക്കാരിനെ വിമർശിച്ചുള്ള ഈ മുഖപ്രസംഗം. മുണ്ടിടരുത് പോലീസിന്റെ മുഖത്തെന്ന പേരിൽ സുപ്രഭാതത്തിൽ വന്ന മുഖപ്രസംഗത്തിലാണ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമുള്ളത്. പോലീസിലെ ക്രിമിനലുകളെ വെച്ചു പൊറപ്പിക്കില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നത് കേൾക്കാൻ തുടങ്ങിയിട്ട് 9 വർഷമായി. എന്നാൽ ക്രിമിനലുകളുടെ എണ്ണം പെരുകിയതല്ലാതെ കാര്യമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് വിമർശനം. പോലീസ് മേധാവിയെ നിശ്ചയിക്കുന്നതിലും ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നതിലും സർക്കാർ നിലവിട്ട് കളിക്കുകയാണ്. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിലും RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയതിലും ആരോപണ വിധേയനായ MR അജിത് കുമാറിനെ പോലീസ് മേധാവിയാക്കാൻ സർക്കാർ കുറുക്കുവഴി തേടുകയാണ്. അജിത് കുമാർ അല്ലെങ്കിൽ മനോജ് എബ്രഹാമിനെ പോലീസ് മേധാവിയാക്കാനാണ് CPIMന്റെ ആഗ്രഹം. ഇതിനാണ് ADGPമാരെയും പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ അനുമതി തേടി സർക്കാർ UPSCക്ക് വീണ്ടും കത്തയച്ചത്. പോലീസ് മേധാവി ലിസ്റ്റിലെ ആദ്യ പേരുകാരൻ യോഗേഷ് ഗുപ്തയെ വെട്ടുകയെന്നതും സർക്കാരിന്റെ കാഞ്ഞ ബുദ്ധിയിലുണ്ടെന്ന് സമസ്ത വിമർശിക്കുന്നു. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യക്കെതിരെ റിപ്പോർട്ട് നൽകിയതിന്റെ പകയാണ് സർക്കാരിന് യോഗേഷ് ഗുപ്തയോടുള്ളതെന്നും സമസ്ത ആരോപിക്കുന്നു. നീതി നിർവഹണം നിഷ്പക്ഷവും സുതാര്യവുമായിരിക്കണമെന്ന് വലിയ വായിൽ പറയുമ്പോൾ തന്നെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത ഒരാളും പോലീസ് മേധാവിയാകണ്ടെന്നാണ് CPIMും പിണറായി സർക്കാരും പറയുന്നതെന്നും മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.